ഹായ് കൂട്ടുകാരെ, ഈ ചൂട് കാലത്ത് നമുക്ക് തണുത്തത് കിട്ടിയാലും എന്ത് കിട്ടിയാലും മതി വരില്ല അല്ലേ. ഐസ്ക്രീം ആയാലും ഐസായാലും ജ്യൂസായാലും. അപ്പോൾ അങ്ങനെ ഞാനിന്നൊരു പൈനാപ്പിൾ ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടി ഞാനൊരു കഷ്ണം പൈനാപ്പിൾ എടുത്ത് ചെറുതായി മുറിച്ച് ഒരു ചെറുപടി നാരങ്ങയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. പൈനാപ്പിൾ അരിഞ്ഞിട്ട് ഒന്ന് മിക്സിയിലിട്ട് നമുക്ക് അതിനൊന്ന് അടിച്ചെടുക്കണം. അതിന് അടിച്ചെടുക്കുന്നതിന് മുമ്പ് അതിനാവശ്യമായ ഒരു 3 സ്പൂൺ പഞ്ചസാരയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ചെറുള്ളിയിൽ ജ്യൂസ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്, പക്ഷേ അതിപ്പോൾ ചേർക്കുന്നില്ല. ഇത് അടിച്ചെടുത്ത് ഇതിൻ്റെ ജ്യൂസ് ഒന്ന് അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ചെറുള്ളിയിലെ ജ്യൂസും കൂടി ഇട്ടിട്ടാണ് ഒന്ന് അടിച്ചെടുക്കുന്നത്. നമ്മൾ ഇതിൻ്റെ ഒന്നിച്ച് കുറച്ചും തണുത്ത വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ചെറുള്ളിയിലെ ജ്യൂസും കൂടി ഒഴിച്ച് കൊടുക്കാം. എന്നിപ്പോൾ ഇതെല്ലാം ചേർത്തിട്ട് ഒന്നും കൂടി മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ അടിപൊളി പൈനാപ്പിൾ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ചെറിയ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ജ്യൂസാണ്. നല്ല അടിപൊളി ജ്യൂസാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ.